ഇതുവരെയും താങ്കൾ കേട്ടുകൊണ്ടിരുന്ന ഈ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വേണ്ടി നൽകിയ അതിമഹത്തായ ദൈവിക ദൂതുകളാണ്. നീണ്ട 21 വർഷം മാനസികമായി തകർന്നവർക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടിയാണ് ഈ 51 സന്ദേശങ്ങൾ. പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ താങ്കളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഇനി നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. നിങ്ങളെ താങ്ങുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ നിലനിർത്തുവാൻ യേശു മതിയായവൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ പ്രശ്നം എത്രയും വലുതായിക്കൊള്ളട്ടെ. നിങ്ങൾ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ആരോരും അറിയാത്ത ഏകാന്ത അവസ്ഥയിൽ ആയിക്കൊള്ളട്ടെ. എങ്കിലും സകല ഹൃദയങ്ങളെയും അടുത്തറിയുന്ന ദൈവം അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവന് കഴിയാത്തതൊന്നുമില്ല. നിരാശയുടെ അടിത്തട്ടിൽ ആശ്വാസത്തിനിടമില്ലാതെ തിങ്ങിവിങ്ങുന്ന സങ്കടങ്ങളോടുകൂടെ കഴിയുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ അസ്വസ്ഥനായിരിക്കാം. തലമുറയുടെ വിഷയത്തിൽ ഏറിയ ഭാരം സഹിക്കുന്ന വ്യക്തിയായിരിക്കാം. കടഭാരത്തിൽ താങ്കൾ ജീവിതം മടുത്ത വ്യക്തിയായിരിക്കാം. സഭാ വിഷയങ്ങളിൽ മാനസികമായി തളർന്ന വ്യക്തിയാകാം. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ താറുമാറായ വ്യക്തിയാണ് എന്ന് തോന്നലിലായിരിക്കാം. ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ഏത് ധ്രുവത്തിൽ താങ്കൾ ദുഃഖിതനാണെങ്കിലും യേശുവിൻ്റെ വിഷയങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിച്ചു തരുവാൻ കഴിയും. എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഈ ദൈവിക ദൂതുകൾ ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനാദിയായും ശാശ്വതവാനുമായ ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമാണ്. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. ഈ വചനങ്ങളിലൂടെ, ഈ ദൈവിക ദൂതുകളിലൂടെ കർത്താവെ, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ നൊമ്പരങ്ങളെ നീ മാറ്റിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. നിരാശ നിറഞ്ഞ ഹൃദയത്തിൽ അവിടുന്ന് പ്രത്യാശ നിറച്ചതിനായി നന്ദി പറയുന്നു. അവിശ്വാസം നിറഞ്ഞ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി വിശ്വാസമുള്ള ഹൃദയമാക്കി മാറ്റിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരുന്ന ഹൃദയത്തിന്മേൽ ഒരു പുതിയ വഴിയുടെ ശുഭഭാവി കാണുവാൻ വിശ്വാസത്താൽ ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, കിടക്കയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കാണുവാൻ തക്കവണ്ണം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ തന്നെ ഇറങ്ങി വ്യാപരിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ എന്നേക്കുമായി ശരീരം വിട്ടു പോകട്ടെ. മാനസികമായ തളർന്നിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അതിശയങ്ങളോടെ വ്യാപരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ മാറ്റങ്ങൾക്കായും നന്ദി പറയുന്ന കർത്താവേ, മുഴുമഹത്വവും കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.